മധ്യപ്രദേശിലെ ഇൻഡോറിൽ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ പ്രതി മൃതദേഹത്തിൽ മന്ത്രവാദ ചടങ്ങ് നടത്തിയെന്ന പോലീസ്. കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ ആത്മാവുമായി ആശയവിനിമയം നടത്താനായിരുന്നു മന്ത്രവാദമെന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. വിനീത വി ജി വീണ്ടും ചേരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസികളെ കൊണ്ട് നമ്മൾ തോറ്റല്ല വിനീത. തീർച്ചയായും എസ്കെ അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഇൻഡോറിലെ DCP ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 13-നാണ് ഈ പ്രതി എന്ന് പറയുന്നത് സഹപാഠിയാണ്. 24-കാരിയായ MBA വിദ്യാർത്ഥിയെ ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാളുടെ വീട്ടിൽ വെച്ചാണ് കൊലപ്പെടുത്തുന്നത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഈ പ്രതിയായ സഹപാഠി പിന്നീട് മുംബൈയിലേക്ക് കടക്കുകയും അവിടെ വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തു. ഇത് വളരെ വിശദമായി തന്നെ പോലീസ് കേസെടുക്കുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലേക്കുള്ള നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ മൃതദേഹത്തോട് ഈ പ്രതി അനാദരവ് കാണിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പിന്നാലെ അയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെട്ട യുവതിയുടെ ആത്മാവുമായി തനിക്ക് സംസാരിക്കണമെന്നും അതിനാൽ ചില മന്ത്രവാദങ്ങൾ നടത്തിയിരുന്നുവെന്നുമാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം പോലീസ് വളരെ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥിനിയും ഒപ്പം തന്നെ ഈ സഹപാഠിയും തമ്മിൽ ഒരു അടുപ്പം ഉണ്ടായിരുന്നുവെന്നാണ് ഇയാൾ പോലീസിന് മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ്. ഇയാൾ പറയുന്നത് കളവാണെന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും വീട്ടുകാർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.